എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനുള്ള അവകാശം ഇല്ല എന്നതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് പോളിസി നയങ്ങൾ ഇല്ലേ, നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള നയങ്ങൾ പരിപാടികളിൽ നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങളിലൊക്കെ മറ്റേതെങ്കിലും രാജ്യമോ ഒരു കൂട്ടം രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിപ്പോൾ IMF, വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ UN, WTO, ഏത് സ്ഥാപനമായിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അപ്പോൾ ഇവരൊന്നും സ്വതന്ത്ര പരമാധികാരം ഉള്ള ഒരു രാജ്യത്തിൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇടപെടുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക അല്ലേ, രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ നിയമത്തിൽ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് ഒരു വേറെ ഫീൽഡാണ്. ജിയോ പൊളിറ്റിക്സ് ഈ ലോകത്ത് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, അമേരിക്ക ഒരു രാജ്യമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു സാമ്രാജ്യ ശക്തി എന്നൊക്കെ നമ്മൾ പറയുന്ന ഇമ്പീരിയൽ അല്ലെങ്കിൽ ഒരു എംപയർ, ബ്രിട്ടീഷ് പടിഞ്ഞാറൻ സാമ്രാജ്യ ശക്തികളുടെ ഒരു ലീഡർഷിപ്പ് റോള് അമേരിക്ക ഏറ്റെടുത്ത് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അമേരിക്കയെ കേന്ദ്രീകരിച്ചാണ് ഈ പറഞ്ഞ ശക്തികൾ ലോകക്രമത്തെ നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും ശ്രമിക്കുകയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുകളിൽ സർവാധിപത്യം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരിക്കലും ഈ ഇൻഡിപെൻഡൻറ്റ്, എന്താണ്, സോവറൻ നേഷൻ എന്നുള്ള, ഫ്രീ ഇൻഡിപെൻഡൻറ്റ് സോവറൻ നേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്, ആശയം അവരെ സംബന്ധിച്ച് അംഗീകരിക്കുക അല്ലെങ്കിൽ അതിന് അനുവാദം കൊടുക്കുക എന്നുള്ളത് അവർക്ക് പറ്റത്തില്ല. കാരണം അവർക്ക് ഒരു ഗ്ലോബൽ ഗവർണൻസ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ തലപ്പത്ത് പടിഞ്ഞാറൻ ശക്തികൾ എന്ന് ലോകത്തെ ഭരിക്കുക എന്നുള്ളതാണ് പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യ കാലഘട്ടത്തിലും അതിനുശേഷം അമേരിക്ക അതിനെ റീപ്ലേസ് ചെയ്ത് അമേരിക്ക സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ US ഇമ്പീരിയലിസം, US എംപയർ, അല്ലെങ്കിൽ എന്താണ് US സൂപ്പർ പവർ റൂൾ എന്നൊക്കെ പറയുന്ന ഒരു, ഇപ്പം നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരു സംവിധാനമൊക്കെ തന്നെയാണ് ശരിക്കും പറയാം. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സാമ്രാജ്യ ശക്തികളുടെ പുതിയ, എന്താണ്, രൂപമാറ്റം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം എംപയർ എന്നോ അല്ലെങ്കിൽ ഇമ്പീരിയൽ പവേഴ്സ് എന്നോ ഒന്നും നമ്മൾ വിളിക്കുന്നില്ല, സാമ്രാജ്യ ശക്തി എന്ന് വിളിക്കുന്നില്ല. അപ്പോൾ അതിന് പകരം പുതിയ പേരാണ് ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഈ പറഞ്ഞ പഴയ സാമ്രാജ്യ ശക്തികളിലൊക്കെ തന്നെ ഇപ്പോഴത്തെ മോഡേൺ വേൾഡിലുള്ള അവരുടെ ഒരു നാമകരണം മാത്രമാണ് ശരിക്കും പറയുന്നത്. സെയിം ഫോഴ്സസ് ആണ്, സെയിം ശക്തികൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ സാധിക്കും. ഓക്കെ, ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇന്ത്യക്ക്, നമ്മളുടെ ഇന്ത്യ ആര് ഭരിച്ചു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരം ഉറപ്പുവരുത്തുകയും നമ്മളുടെ സ്വാതന്ത്ര്യം ആണ് നമ്മളുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കുക എന്നുള്ളത്, അത് മറ്റു രാജ്യങ്ങൾക്ക് ഹാനി വരുത്തുന്നതാകരുത്, ഒന്ന് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന രീതിയാകരുത്. അതാണ് തീർച്ചയായിട്ടും ഒരു, എന്താണ്, ഇൻഡിപെൻഡൻറ്റ്, ഫ്രീ, ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു രാജ്യം ചെയ്യേണ്ടതും. അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഏറെക്കുറെ അത് കൃത്യമായിട്ട് ഈ ലോകത്ത് നിയമങ്ങൾ പാലിച്ച് തന്നെയാണ് ഇത്രയും നാൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പം പാകിസ്ഥാൻ പറയുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. കാരണം അവർ നമ്മളെ തീവ്രവാദവും അല്ലെങ്കിൽ പ്രോക്സി മിലിറ്റൻസി, അല്ലെ മിലിറ്റൻറ്റ് പ്രോക്സി വാറിലൊക്കെ തന്നെ നമുക്കെതിരെ കളിക്കാൻ തുടങ്ങിയിട്ട് 10, 30, 40 വർഷത്തോളമായി. അപ്പോൾ അത് നമ്മൾ ഒത്തിരി സഹിക്കുകയും ടോളറേറ്റ് ചെയ്യുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് തീരെ ഗതികെട്ട എന്താ ഒരു സഹിക്കുന്നതിനപ്പുറത്തെ ഒരു അവസ്ഥയായപ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ ഇതുപോലുള്ള, എന്താണ്, കാർഡ്സ് അല്ലെങ്കിൽ അവരുടെ, തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ നമ്മൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, സൃഷ്ടിക്കണം
അത് അത്യാവശ്യമാണത്. കാരണം പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പ് കാരണമാണ്. അല്ലാതെ നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെയും ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനോ ഇല്ലേ ഒന്നും നമ്മൾ ഇന്ത്യയായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല, എടുക്കാറുമില്ല തീർച്ചയായിട്ടും. അപ്പോൾ അത് ഇന്ത്യ ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ ഒക്കെ തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തീർച്ചയായിട്ടും അവരുടെ യുദ്ധമാണ് റഷ്യ യുക്രൈൻ ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 മുതൽ തന്നെ യുക്രൈനിൽ ഈ പറഞ്ഞ സെലൻസ്കി അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ റഷ്യൻ അനുകൂല ഗവൺമെന്റിനെ അട്ടിമറിച്ച് സെലൻസ്കിയെ കൊണ്ടുവന്ന് അന്ന് മുതൽ റഷ്യയെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയും റഷ്യ അവസാനം പ്രൊവോക്റ്റായിട്ട് ഈ യുദ്ധത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ശരിക്കുള്ള പൊളിറ്റിക്കൽ പിക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് അമേരിക്കയുടെ യുദ്ധമാണ് തീർച്ചയായിട്ടും. യുക്രൈനെ കൊണ്ട് റഷ്യ ആക്രമിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ലക്ഷ്യമായിരുന്നു. അത് യുദ്ധം തുടങ്ങിയപ്പോൾ അവർ വിചാരിച്ച രീതിയിൽ ഉള്ളൊരു എന്താണ് പറയുന്നത് തലത്തിലേക്ക് അല്ലെങ്കിൽ അവർ നേരത്തെ മുന്നേ കൂട്ടി നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് കൊണ്ടെത്തിക്കുവാൻ അവർക്കത് കഴിയാതെ വന്നപ്പോൾ ഇപ്പോൾ കയ്യും കാലിട്ട് അടിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യയും റഷ്യയും തമ്മിൽ നമുക്കറിയാം ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ബന്ധമാണ് നമുക്കുള്ളത്. പണ്ട് സോവിയറ്റ് യൂണിയനുള്ള സമയത്തും പിന്നെ അതിനുശേഷം സോവിയറ്റ് യൂണിയൻ കൊളാപ്സായി റഷ്യ മാത്രമായി അവശേഷിച്ച സമയത്ത് മുതലും ഒക്കെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ ദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള ബന്ധങ്ങളാണ്. നമ്മൾ പണ്ട് മുതലേ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ആയുധങ്ങളും ഒക്കെ തന്നെ നൽകുന്നതൊക്കെ ചെയ്യുന്ന ഒരു രാജ്യം, കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യയായിട്ടുള്ള ബന്ധം നമ്മളെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തിരിച്ചും റഷ്യക്കും ഇന്ത്യയെ പോലുള്ള രാജ്യത്തോടുള്ള വളരെ ആഴത്തിലുള്ള ബന്ധം പ്രത്യേകിച്ച് പണ്ടത്തതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്ത് ഒരുപക്ഷെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൽ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യ സാമ്പത്തികമായിട്ടും ഒക്കെ വളരാൻ തുടങ്ങിയതിന് ശേഷം ഇന്ത്യക്ക് ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് ചൈനയുമായിട്ട് നമ്മൾ സാമ്പത്തികമായിട്ട് ഒത്തിരി അന്തരം ഉണ്ടെങ്കിൽ തന്നെയും ഏകദേശം ഒരു പാരിറ്റി നമ്മളുണ്ട്. കാരണം ചൈനയെ കൗണ്ടർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. ഒരുപക്ഷെ റഷ്യക്ക് പോലും ആ ഒരു കപ്പാസിറ്റി ഉണ്ടോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാജ്യമായി മാറി അതിനുശേഷം എസ്പെഷ്യലി റഷ്യക്ക് ഇന്ത്യയെ കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള ട്രംപിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ ട്രംപിൻ്റെ വാക്കുകൾ എന്ന് പറയുമ്പോൾ അമേരിക്ക റെപ്രസെൻ്റ് ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡൻ്റാണ്, അമേരിക്കയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ട്രംപിൻ്റെ കമൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പ്രസ്താവനയാണ്, അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കമൻറ്റുകളാണ്, അവരുടെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റാൻഡുകളായ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അവർ ട്രംപ് പറയുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തതായതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കൻ ഗവൺമെൻറ് എന്നുള്ള പറഞ്ഞില്ല, അമേരിക്കൻ ഭരണകൂടം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ് പറയുന്നത്. US ഗവൺമെൻറ് എന്ന് പറയാറില്ല, US അഡ്മിനിസ്ട്രേഷൻ എന്നാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത്. ബാക്കിയുള്ള ഗവൺമെൻറ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. അപ്പം അത് ട്രംപ് വളരെ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി 50%. അതിനുശേഷം കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ കൂടുതൽ ഉപരോധങ്ങളും അതിനേക്കാളും മറ്റു ചില പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെ ചെലുത്തുമെന്നുള്ള ഭീഷണി ഒക്കെ തന്നെ ട്രംപ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ വൈറ്റ് ഹൗസിലുള്ളൊരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് മോഡി ട്രംപിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നിർത്തലാക്കാൻ പോകുകയാണെന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അത് പ്രത്യേകിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളെ അപേക്ഷിച്ച് ഒക്ടോബർ മാസമാണല്ലോ, ഏകദേശം ഒക്ടോബർ 20 ഈ റിപ്പോർട്ട് ഇന്നലെ ഒക്ടോബർ 18 അപ്പോൾ ഈ മാസം ട്രംപിൻ്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷവും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച്
ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനകത്തൊരു കുറവ് വരുത്തുന്നതായിട്ടൊന്നും ഇന്ത്യൻ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇന്ത്യൻ ഗവൺമെൻറ് ഓയിൽ കമ്പനികൾക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളുടെ പബ്ലിക് സെക്ടർ യൂണിറ്റിലുള്ളതും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ യൂണിറ്റിലുള്ള റിലയൻസ് പോലുള്ള കമ്പനികളുടെ കാരണം ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി തീർച്ചയായിട്ടും നമുക്കറിയാം. പോളിസിക്കകത്തൊരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പം ഗവൺമെൻറ് നയപരമായിട്ടുള്ള മാറ്റം അവരെടുക്കുകയാണ്. ഇനി മുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നില്ല എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനികൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ സാധിക്കത്തില്ല. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഡിക്ലറേഷൻസോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റോ ഉറപ്പോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മാസം 15 വരെ, ഏകദേശം ഒക്ടോബർ 15 വരെ 18 ലക്ഷം ബാരലാണ് നമ്മൾ ഇന്ത്യ പ്രതിദിനം ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തിൽ ട്രംപിൻ്റെ ഈ പറഞ്ഞ വീരവാദം അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലെയിം അവകാശവാദമൊക്കെ ഉണ്ടായിട്ടും അത് അങ്ങനല്ല. സത്യം, ഇന്ത്യ അങ്ങനെയുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് ഇന്ത്യ അത് കുറയ്ക്കുമെന്ന് ട്രംപിന് ഉറപ്പ് കൊടുത്തു, മോഡി ഉറപ്പ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ തന്നെ പുള്ളി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും സെപ്റ്റംബറിലും ഈ മാസം 15 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ കുറവൊന്നും കാണുന്നില്ല. കഴിഞ്ഞ മാസം നമ്മൾ 25,597 കോടി രൂപയാണ് എണ്ണയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇന്ത്യൻ കമ്പനികൾ, പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഉള്ള കമ്പനികൾ എല്ലാം കൂടെ. അപ്പോൾ ചൈനയാണ് ഏറ്റവും മുൻപ് നിൽക്കുന്ന രാജ്യം. അപ്പോൾ ചൈനയ്ക്ക് എതിരെ ഈ പറഞ്ഞ ഭീഷണികളൊന്നുമില്ല, കാരണം അത് വിലപ്പോകത്തില്ലെന്നറിയാം. ഇന്ത്യക്കെതിരെയുമുള്ള ഭീഷണികളൊന്നും ഈ പറഞ്ഞ സമ്മർദ്ദങ്ങളൊന്നും ഇതുവരെ വിജയിച്ചില്ല. കാരണം നമുക്കറിയാം ഇതുവരെ ഇന്ത്യ എടുത്ത നിലപാടുകൾ എന്താണെന്ന് നമുക്കറിയാം. വളരെ കൂളായിട്ട് സ്റ്റേബിളായിട്ട് തന്നെ ഇന്ത്യയുടെ നിലപാടുകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം അങ്ങനെ കോംപ്രമൈസ് ചെയ്യാനുള്ളതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിന് നമ്മൾ വഴങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഏത് പാർട്ടി ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണകൂടം അമേരിക്കയ്ക്ക് മുമ്പിൽ ഇങ്ങനൊരു സമ്മർദ്ദത്തിന് വഴങ്ങിയൊരു കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചൈനയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു ലിവറേജ് നമ്മൾ കൊടുക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായല്ലോ? ഈവൻ പാകിസ്ഥാൻ പോലും, കാരണം ഇന്ത്യ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള, കാരണം പ്രഷർ ടാക്ടിക്സിൽ കൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി ഇന്ത്യയെ വരുതിക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു കീഴ്വഴക്കം നമ്മൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അങ്ങനൊരു മെസ്സേജ് നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ചൈന, പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമ്മർദ്ദത്തിന് ഭീഷണിക്ക് വഴങ്ങിയിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വളരെ ദോഷം ചെയ്യും. മറിച്ച് നമ്മൾ അമേരിക്കയുമായിട്ട് ബയലാറ്ററലായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള, എന്നുവെച്ചാൽ ഇരു രാജ്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ചർച്ചകളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാം. അതല്ലാതെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന സമ്മർദ്ദത്തിന് വഴങ്ങുകയോ അല്ലെങ്കിൽ ഭീഷണിക്ക് വഴങ്ങുകയോ ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ നയങ്ങളെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചൈനയും പാകിസ്ഥാനെയൊക്കെ കൂടുതൽ എംബോൾഡൻ ചെയ്യുന്നത്, എന്ന് വെച്ചാൽ അവരെ കൂടുതൽ നമുക്ക് ധൈര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ കൂടുതൽ എന്താണ് പറയുന്നത്, ശക്തിപ്പെടുത്തുന്നതിന് തുല്യമായിട്ട് മാത്രമേ അത് നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം അവർ മനസ്സിലാക്കുന്നത് ഇന്ത്യക്ക് അത്ര വലിയ ഈ പറയത്തക്ക രീതിയിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന് വലിയ പിന്നെ എന്താണ് അത് ഈ നട്ടലില്ല, അല്ലെങ്കിൽ അവരെ സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടെങ്കിൽ അവരെ വരുതിയിലാക്കാൻ കഴിയുമെന്നുള്ളൊരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നത് തുല്യമാണ്. അതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ് അതിന് വഴങ്ങാത്തതും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് വഴിയൊരുക്കാത്തതും. അപ്പോൾ ക്രൂഡ് ഓയിൽ മാത്രമല്ല റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്, കൽക്കരി, കോൾ, റിഫൈൻഡ് എണ്ണ, ഇതൊക്കെ തന്നെ കഴിഞ്ഞ മാസം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എണ്ണയുടെ കാര്യം പറയുമ്പോൾ എണ്ണ മാത്രമല്ല നമ്മൾ റഷ്യയിൽ നിന്ന്, പക്ഷേ ഏറ്റവും മേജർ പോർഷനും നമ്മൾ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ടോട്ടൽ ഇമ്പോർട്ടിൻ്റെ മേജർ പോർഷനും എണ്ണയും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ആണ് അത് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ കൽക്കരി, റിഫൈൻഡ് എണ്ണ അല്ലെങ്കിൽ മറ്റ് പ്രോഡക്ട്സുകളൊക്കെ തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണയാണ്, ക്രൂഡ് ഓയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ വൈരുദ്ധ്യം, ടർക്കി നാറ്റോയിലെ മെമ്പറാണ്.
അപ്പോൾ ഈ ടർക്കി മൂന്നാം സ്ഥാനത്തുണ്ട്. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടർക്കിക്കെതിരെ ഇങ്ങനെയുള്ള ഭീഷണികളോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളോ ടാരിഫോ ഒന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ ഇന്ത്യക്കെതിരെ മാത്രം ഇങ്ങനെയുള്ള ടാരിഫിൻ്റെ ഭീഷണി മുഴക്കുന്നു? ഈവൻ ചൈനയ്ക്കെതിരെ പോലും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ ചൈനയുടെ മുകളിൽ ടാരിഫിൻ്റെ ഭീഷണിയോ സമ്മർദ്ദമൊന്നുമില്ല. മറ്റു കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ചൈനയെ ഒതുക്കാൻ നോക്കുന്നത്. ടർക്കി മൂന്നാമത്തെ രാജ്യമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈന കഴിഞ്ഞ് ഇന്ത്യ കഴിഞ്ഞ് മൂന്നാമത്തെ രാജ്യമാണ് ടർക്കി. പക്ഷേ നേരത്തെയുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ടർക്കിയുടെ എണ്ണ വാങ്ങലിൽ അല്പം കുറവുണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടർക്കി തന്നെയാണ്. അപ്പോൾ ഈ ടർക്കിക്കെതിരെ ഭീഷണിയോ സമ്മർദ്ദമോ അല്ലെങ്കിൽ ടാരിഫിൻ്റെ വാളോങ്ങുകയൊന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപോ അല്ലെങ്കിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസം കൂടിയിട്ടുമുണ്ട് എണ്ണയുടെ വരവ്. കാരണം ഇന്ത്യയുടെ പോളിസി എന്താണ്? അത് വളരെ ക്ലിയറാണ്. എന്നുവെച്ചാൽ ഇന്ത്യക്ക് സബ്സിഡൈസ് മീൻസ് സബ്സിഡൈസ് അല്ല, ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഏറ്റവും ചീപ്പായിട്ട് ഓയിൽ എവിടുന്ന് കിട്ടുന്നോ അവിടുന്ന് ഇന്ത്യ ഓയിൽ ബൈ ചെയ്യും. അതിപ്പോൾ നാളെ അമേരിക്ക ഇതിലും വില കുറച്ച് ഓയിൽ തരാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ഓയിൽ നമ്മൾ നിർത്തിയിട്ട് അമേരിക്കയിൽ നമ്മൾ ഓയിൽ വാങ്ങിക്കും. അതിനകത്തിൽ ഇന്ത്യക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ മുഖം നോക്കി ഓയിൽ വാങ്ങിക്കും. നമ്മൾ നേരത്തെയുള്ള വീഡിയോകൾ നമ്മൾ പറഞ്ഞതാണ്. ഇന്ത്യയുടെ പ്രശ്നം ഏറ്റവും ചീപ്പായിട്ട് വില കുറച്ച് ഓയിൽ എനർജി എവിടെ നിന്ന് കിട്ടുന്നു അവിടെ നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പോളിസി. അതിനാണ് കൃത്യമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള പോളിസി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒക്ടോബർ 15 വരെ 18 ലക്ഷം ബാരലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. പ്രതിദിനം ഓരോ ദിവസം 18 ലക്ഷം ബാരൽ. ജൂണിൽ ഇത് 20 ലക്ഷമായിരുന്നു. ജൂലൈ സെപ്റ്റംബർ അപ്പോൾ ജൂണിൽ എന്ന് പറഞ്ഞാൽ ജൂണിലെ മൊത്തം ഒറ്റ മാസം 20 ലക്ഷം. ജൂലൈ സെപ്റ്റംബർ സമയത്ത് പ്രതിദിന വാങ്ങൽ 16 ലക്ഷം ബാരലായി കുറഞ്ഞിരുന്നു. ജൂണിൽ ഇത് പ്രതിദിനം 20 ലക്ഷം. ഇപ്പം ഇത് 18 ലക്ഷം ബാരൽ ഈ മാസം 15 വരെയുള്ള കണക്കാണ്. അപ്പോൾ ഇത് കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ 16 ലക്ഷം ബാരലായിട്ട് ജൂണിനെ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിപ്പം വീണ്ടും കൂടി. ട്രംപിൻ്റെ ഈ പറഞ്ഞ ഭീഷണിക്ക് ശേഷം വീണ്ടും കൂടിയതായിട്ടാണ് നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്സവകാലമൊക്കെ ആരംഭിച്ചു, ദീപാവലി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. GST കുറവായിട്ടുണ്ട്, GST സ്ലാബുകളൊക്കെ വെട്ടിക്കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഒരു ഉത്തേജനം നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു ഡൈനാമിക് ആക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് രാജ്യത്ത് എണ്ണയുടെ ഉപഭോഗം കൂടുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇൻഡസ്ട്രിയലൈസേഷനും അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ കൂടുതൽ ചൂട് പിടിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും എനർജിയുടെ ഉപഭോഗം കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിയും വരുന്ന മാസങ്ങളിൽ ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ US ഉപരോധം കടുപ്പിച്ചതോടെ മറ്റു ചില രാജ്യങ്ങൾ എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഈ പറഞ്ഞ സമ്മർദ്ദത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ നിലപാടുകൾ മാറ്റുകയും റഷ്യയെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യക്ക് അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ്, എന്ന് വെച്ചാൽ ഉർവശി ശാപ ഉപകാരം. എന്നുവെച്ചാൽ റഷ്യക്ക് ആ മാർക്കറ്റുകൾ നഷ്ടമായപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ എണ്ണ അതിലും കുറച്ച് വിലയിൽ ഇന്ത്യക്ക് തരാൻ റഷ്യ തയ്യാറായി എന്നുള്ളതാണ് ഒരു പിക്ചർ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത് വാങ്ങിക്കാതെ വേറെ എന്താണ് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് നമ്മൾ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ വില കൊടുത്ത് നമുക്ക് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ചീപ്പായിട്ടുള്ള എനർജി ഓയിൽ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അമേരിക്കയെ പോലുള്ള രാജ്യത്തിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിയിട്ട് അതിനെ വേണ്ടാന്ന് വെക്കുകയാണ്. പണ്ട് ഇന്ത്യക്ക് അബദ്ധം പറ്റിയാണല്ലോ. അത് ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിൽ നിന്നും ഇന്ത്യയെ നിരുത്സാഹപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യ അതിനകത്ത് നിന്ന് പിന്മാറുകയും ചെയ്തത്. പക്ഷേ ആ സമയത്ത് ചൈന വൻതോതിൽ ഇറാനിൽ നിന്നുള്ള വിലക്കുറച്ചുള്ള എണ്ണ വാങ്ങിച്ചിട്ട് ചൈന അവരുടെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ വലിയൊരു തിരിച്ചടി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും ചീപ്പായിട്ടുള്ള എനർജി ഓയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിനും ഭീഷണിക്കൊക്കെ വഴങ്ങി നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിയുടെ സപ്ലൈ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടി, രാജ്യത്തിൻ്റെ വ്യവസായവൽക്കരണത്തിന് വേണ്ടി എനർജി വളരെ അത്യാവശ്യമാണ്. എത്ര കിട്ടിയാലും നമുക്കിനിയും
മതിയാകത്തില്ല. കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമി ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ 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 എനർജിയുടെ കൺസംഷനും ആവശ്യമായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും കൂടുതൽ ചീപ്പായിട്ട് ഡിസ്കൗണ്ട് റേറ്റിലുള്ള എനർജി എവിടെ കിട്ടുന്നു അത് വാങ്ങിച്ച് കൂട്ടുക എന്നുള്ളതാണ് ഇന്ത്യയെപ്പോലെ സാമ്പത്തികമായിട്ട് വളർച്ചയുടെ പാതയിലുള്ള ഒരു രാജ്യം ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള നയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ നമ്മൾ ഈ പറഞ്ഞ അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് എന്ന ഒരു വ്യക്തിയുടെ വെറും ഈഗോയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഭീഷണിയുടെ മുമ്പിൽ നമ്മൾ അതിനെ അടിയറവ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഈ ലോകത്ത് നമുക്ക് തലയുയർത്തി പിടിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ട്രംപ് അവകാശപ്പെട്ട എന്താണ്? മോഡി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചില സൈക്കോളജിക്കൽ വാർഫെയർ മാത്രമേ ഉള്ളൂ, ഇൻഫർമേഷൻ വാർഫെയർ മാത്രമേ ഉള്ളൂ. മാർക്കറ്റിൽ ചില ഓളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. കാരണം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഒരു ബിസിനസ് ടൈക്കൂണാണ്, ഒരു ബില്യണറാണ്. ബിക്കോസ് ഹീ നോസ് ഈ പറഞ്ഞ സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പുള്ളിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അത് പ്രയോഗിച്ചതാണ്. അതല്ല എന്നുള്ള കാര്യം പുള്ളിക്കും അറിയാം. കാരണം ഇന്ത്യയുടെ മുമ്പിൽ ഈ പറഞ്ഞ ഭീഷണിയും സമ്മർദ്ദമൊന്നും നടപ്പിലാകത്തില്ല എന്ന് പുള്ളി ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. മനസ്സിലായല്ലോ. കാരണം ചൈനയെപ്പോലുള്ളൊരു വമ്പനെ നിലയ്ക്ക് നിർത്താൻ ഈ ലോകത്ത് ഇന്ന് എന്താണ് പറയുന്നത് കപ്പാസിറ്റിയുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ കൂട്ടുപിടിച്ചിട്ട് ചൈനയെ ഒതുക്കുക എന്നുള്ളൊരു കാര്യം നേടിയെടുക്കുന്നതിന് പകരം ഇന്ത്യയെ വെറുപ്പിച്ചിട്ട് ഇപ്പോൾ പാകിസ്ഥാനൊപ്പം പോയിട്ട് അത് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ വളരെ ദോഷമുണ്ടാക്കുന്നൊരു ഇതായിട്ട് മാറാം. ട്രംപിൻ്റെ പോളിസി ഓൾറെഡി തെറ്റാണെന്ന് അമേരിക്കയിലുള്ള ആൾക്കാർ തന്നെ, ഈ ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റ് തന്നെ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ട്രംപ് ഇന്ത്യക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള ഈ നടപടികൾ വളരെ തെറ്റാണ്, റോങ് ആണ്, അത് തിരിച്ചടിക്കും, അത് പിന്നെ അമേരിക്കയ്ക്ക് വളരെ ദോഷം ചെയ്യുന്നുള്ള കാര്യം ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ കോംപ്രമൈസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുകയും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അടിച്ചിറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ നിലപാടിനെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് അതിനെ ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ട്രംപ് പുതിയ അവകാശവാദമായിട്ട് വന്നത്. അപ്പോൾ അത് യുക്രൈൻ പ്രസിഡന്റ് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു, സെലൻസ്കി. അതിനിടയ്ക്കാണ് ഈ പറഞ്ഞ പരാമർശം. അപ്പം ഇന്ത്യ ഇനി റഷ്യ എണ്ണ വാങ്ങത്തില്ലെന്ന്. കാരണം അവർക്ക് എന്തിൻ്റെ തോക്കലാണ്. കാരണം അമേരിക്ക വിചാരിച്ചാൽ യുദ്ധം നിർത്താമെന്നേ ഉള്ളൂ. ഇന്ത്യയല്ല യുദ്ധം തുടങ്ങിയത്, ഇന്ത്യയുടെ യുദ്ധമല്ല ഇത്, ചൈനയുടെ യുദ്ധമല്ല. ഒരുപക്ഷെ ചൈനയ്ക്ക് വേറെ, എന്നാലും ഇന്ത്യയുടെ യുദ്ധമല്ല. ഇന്ത്യക്ക് അവിടെ യുദ്ധം ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാക്കണമെന്നൊന്നും ഇന്ത്യക്ക് താല്പര്യമില്ല. ഇന്ത്യ യുദ്ധം ഉണ്ടാക്കിയിട്ടില്ല. ഈ യുദ്ധം ഉണ്ടാക്കിയത് അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളോടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ യുദ്ധം ഈ സ്പോട്ടിൽ അവസാനിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അതിന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതും ആയിട്ട് യുദ്ധമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഇന്ത്യയുടെ പോളിസി, സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയുടെ പോളിസി, ഇന്ത്യക്ക് എനർജി വേണം, ഇന്ത്യക്ക് ഓയിൽ വേണം, ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ വേണം. അത് ചീപ്പായിട്ട് ഡിസ്കൗണ്ട് റേറ്റിൽ എവിടെ നിന്ന് കിട്ടുന്നു അവിടെ നിന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഹംഗറി, അയർലൻഡ്, ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ ട്രംപ് അമേരിക്ക ന്യായീകരിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. ടർക്കി അവരുടെ ഏറ്റവും അടുത്ത നാറ്റോയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ്. ടർക്കി വാങ്ങിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഹംഗറി, അയർലൻഡ്, ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ട്രംപിന് കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഇപ്പോൾ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് മാത്രമാണ് ഇന്ത്യയെ ഈ സമ്മർദ്ദത്തിലാക്കുന്നതും ഇന്ത്യക്കെതിരെ ഈ പറഞ്ഞ ടാരിഫിൻ്റെയും അല്ലെങ്കിൽ അതുപോലുള്ള ഭീഷണികളൊക്കെ മുഴക്കി ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത്. അല്ല മറ്റു കാരണമൊന്നുമില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞത് ഹംഗറിയിലേക്ക് എണ്ണ എത്തിക്കാൻ ഒറ്റ പൈപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ. അയർലൻഡിന് കടൽ തീരമില്ലാത്തതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് അയർലൻഡ്
എണ്ണ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ അയർലൻഡും ഹംഗറിയൊക്കെ മേടിക്കുന്ന എണ്ണയ്ക്ക് പകരം അവർ കൊടുക്കുന്ന പൈസ റഷ്യ ഉപയോഗിക്കുന്നില്ല യുദ്ധത്തിന്. ഇന്ത്യ കൊടുക്കുന്ന പൈസ മാത്രം, അല്ലെങ്കിൽ ചൈന കൊടുക്കുന്ന പൈസ മാത്രമേ റഷ്യ യുക്രൈനെതിരെയുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാൻ ഇന്ത്യൻ ഇല്ലേ ഓഫീഷ്യൽസിന് കഴിയണം. അല്ലെങ്കിൽ ഓക്കെ, അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മെച്ചുവേർഡായിട്ടുള്ള റെസ്പോൺസും അല്ലെങ്കിൽ സ്റ്റാൻഡും ഒക്കെ തന്നെയാണ് ഇതുവരെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതങ്ങനെ തന്നെ വേണം. കാരണം എത്ര അവിടെ കിടന്ന് പ്രൊവോക്ക് ചെയ്താലും നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട് രാജ്യ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അന്നേരം. അപ്പോൾ ഓൾറെഡി ഇന്ത്യക്ക് മുകളിൽ 50% റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ടാരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഇനിയും പുതിയ ടാരിഫും ഒക്കെ ആയിട്ട് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്താണ് പറയുന്നത് മുകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള എന്താണ് പറയുന്നത് നയങ്ങൾ അടിച്ചേൽപ്പിക്കും, സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അടിച്ചേൽപ്പിക്കും എന്നൊക്കെ ദിവസവും ട്രംപ് പറയുന്നുണ്ട്. അത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം റെസ്പോൺസിബിളായിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത്, ആ വ്യക്തി റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ റെപ്രസെൻ്റ് ചെയ്താണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ ബാക്കിയുള്ള അവരുടെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നും മറ്റുള്ള പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് ഇതിനെ ഡിനൈ ചെയ്യണം. ഇത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റാൻഡല്ല, ഇത് ട്രംപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്റ്റാൻഡ് മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ മനസ്സിലാക്കാം. പക്ഷേ ആരും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണകൂടത്തിൻ്റെയും സ്റ്റാൻഡാണ്. ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുക, അങ്ങനെ റഷ്യയുമായിട്ടുള്ള ബന്ധം നമ്മൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ദീർഘകാലമായിട്ടുള്ള നിലപാടാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ്. അപ്പോൾ അതിനോട് കൂടുതൽ നമ്മൾ താല്പര്യം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുമ്പോൾ കൂടുതൽ സമ്മർദ്ദങ്ങളും ഭീഷണികളും ഈ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇന്ത്യയുടെ ഒഫീഷ്യൽ പോളിസിക്കകത്തുള്ള ഇതിനെ മാറ്റമൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ത്യ നേരിട്ടല്ലെങ്കിൽ തന്നെയും ഇൻഡയറക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടൊക്കെ തന്നെ നമ്മൾ അതിനെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വളരെ അത്യാവശ്യമാണ്. ഏത് പാർട്ടിയുടെ ഭരിച്ചാലും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുക്കാതെ അല്ലെങ്കിൽ മുട്ടുവളയ്ക്കാതെ നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മളുടെ ഒരു നയമായിരിക്കണം, ലക്ഷ്യമായിരിക്കണം. അപ്പോൾ അതങ്ങനെ തന്നെ ആകട്ടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാടുകളെ നമുക്ക് വെൽക്കം ചെയ്യാം. അതുകൊണ്ട് ട്രംപിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും ഏകപക്ഷീയമായിട്ട് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ രാജ്യ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്കൊരു ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.